നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി ഇഞ്ചി. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി ഒരു പ്രത്യേക രീതിയിൽ ഉണക്കുന്നതാണ് ചുക്ക്. ചുക്കില്ലാത്ത കഷായം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജിഞ്ചിബറേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇഞ്ചിയുടെ ശാസ്ത്രനാമം ജിഞ്ചിബർ ഒഫിഷ്യനലെ എന്നാണ്. ചതുപ്പ് സ്ഥലങ്ങളിൽ ഇഞ്ചി കൂടുതലായി കൃഷി ചെയ്യുന്നു. ഏഷ്യയിലാണ് ഇഞ്ചി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. 30 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് ഇഞ്ചി വളരാറുള്ളത്. ഇതിൻ്റെ പ്രഗന്ധം മണ്ണിനടിയിലായി വളർന്നു വരുന്നു. ആണ്ടുതോറും നശിക്കുന്ന ഒരു സസ്യമാണ് ഇഞ്ചിയെങ്കിലും പ്രഗന്ധം മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്, അത് വളർന്നു വരാറുണ്ട്. മണ്ണിനടിയിലുള്ള പ്രഗന്ധം ക്രീം നിറത്തിലോ ഇളം മഞ്ഞ നിറത്തിലോ കാണപ്പെടുന്നു. ഇലകളുടെ പോള പോലുള്ള വൃത്തം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി ചേർന്നതാണ്. ഇലകൾ നീണ്ട അഗ്രം കൂർത്തതായിട്ടിരിക്കും. അടിഭാഗത്ത് ഇളം പച്ച നിറവും മുകൾ ഭാഗത്ത് പച്ച നിറവുമാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ പൂങ്കുല 7.5 സെൻറ്റിമീറ്റർ നീളം വരെ വരാറുണ്ട്. ഓരോ സഹപത്രത്തിൻ്റെ അടിയിലായിട്ടാണ് ഓരോ പൂക്കൾ ഉണ്ടാവാറുള്ളത്. പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ് ഉണ്ടാവാറുള്ളത്. കന്തങ്ങൾ മുറിച്ചിട്ടാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഇഞ്ചി ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ജ്വരം, കാസം എന്നീ രോഗങ്ങൾക്ക് പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി പൊതുവായിട്ട് നമ്മൾ കറികളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം പ്രഗന്ധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഇഞ്ചിയെപ്പറ്റി പറയുകയാണെങ്കിലേ പണ്ടൊരു പാട്ട് ഞാൻ ചെറുപ്പകാലത്ത് കേട്ട, ഇഞ്ചി ഉണക്കിയത് ചുക്കാണെങ്കിൽ കുഞ്ചി പറഞ്ഞത് നേരാണ്. കുഞ്ചി എന്ന് കഴിഞ്ഞാൽ അമ്മൂമ്മമാരെ കുഞ്ചി എന്ന് വിളിക്കുക. ഈ അമ്മൂമ്മ പറഞ്ഞതൊക്കെ നേരാത്രേ. അല്ലെങ്കിൽ ഇഞ്ചി ഉണക്കിയത് ചുക്കാണെങ്കിൽ അമ്മൂമ്മ പറഞ്ഞൊക്കെ നേരാണ്. അമ്മൂമ്മ വൈദ്യം ശരിയാണത്. അതായത് അമ്മൂമ്മ എപ്പോഴും ഈ എന്ത് അസുഖത്തിനും ഈ ഇഞ്ചി ഇടിച്ച് പിഞ്ച് കൊടുക്കത്രേ. അതായത് ഇഞ്ചിയുടെ പേര് തന്നെ ഔഷധം എന്നാണ്. അപ്പോൾ ഏത് രോഗത്തിലും ഏത് അവസരത്തിലും കൊടുക്കാവുന്ന ഒരു ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി എപ്പോഴും വീട്ടിലുണ്ടാവും. ഈ ഗൃഹൌഷധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഞ്ചി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദീപനാണ്. അതായത് വിശപ്പില്ലേ, ഇഞ്ചി ഒന്ന് ചതച്ച് കുറച്ച് മോരിൽ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിത്തൈര് പണ്ട് പറയും 1000 കറിയാണ്. 1000 കറിക്ക് സമമാണ് ഇഞ്ചിത്തൈര്. അപ്പോൾ 1000 കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇഞ്ചി തൈര് ഉണ്ടാക്കുക എന്നർത്ഥം. അതായത് അത്രയും ഔഷധമൂല്യം ഉണ്ടെന്നർത്ഥം. അപ്പോൾ വിശപ്പില്ലെങ്കിൽ കുറച്ച് ഇഞ്ചി ലേശം ചതച്ച് ലേശം ഉപ്പിട്ടിട്ട് ഡെയിലി മോരിൽ കലക്കി കഴിച്ചാൽ നല്ല വിശപ്പുണ്ടാവും. പനി ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഈ ഇഞ്ചി നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്ത് ലേശം തേൻ ചേർത്ത് കഴിച്ചാൽ. തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഈ ഇഞ്ചിയുടെ സ്വരസം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ഇപ്പോൾ അടുത്ത ഒരു റിസർച്ചിൽ ഈ ഇഞ്ചിയിൽ പാരസെറ്റമോളിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് അത്രേ. അപ്പോൾ ഇഞ്ചിയിൽ നിന്നാണ് ഈ പാരസെറ്റമോൾ എടുക്കണം. ആ പാരസെറ്റമോളിൻ്റെ പക്ഷേ വിഷാംശം ഈ ഇഞ്ചിയിലില്ല. അതുകൊണ്ടാണ് പനിക്കിത് ഭയങ്കരമായ അത്ഭുതമായ ഫലസിദ്ധിയുള്ള മരുന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പുറമേയുള്ള പ്രയോഗമുണ്ട്. ഈ കട്ടിയായിട്ടുള്ള ചില ത്വക്ക് രോഗങ്ങളുണ്ട്. ഈ ആനയുടെ തൊലി പോലെ ഇരിക്കണക്ക അവിടെ ഈ നല്ലോണം ചൊറിയുണ്ടെങ്കിൽ ഈ ഇഞ്ചി പാലിൽ അരച്ച് തേക്കാൻ കൊടുക്കും. അപ്പോൾ ആ ചൊറി കുറച്ച് നിൽക്കും. ചുരുക്കത്തിൽ ഇഞ്ചി എല്ലാ അസുഖത്തിനും കൊടുക്കാവുന്നൊരു ഔഷധമാണ്. ചുക്കും ഇഞ്ചിയും രണ്ടും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇഞ്ചി ഉണക്കിക്കഴിഞ്ഞാൽ അത് ചുക്കിന്ന് വെച്ചാൽ ശുഷ്കമായ ഇഞ്ചിക്കാണ് ഈ ചുക്ക് എന്ന്. ഈ ശുഷ്കമെന്ന് ലോപിച്ച് ചുക്കായതാണ് ഇഞ്ചിയാണ്. ഇഞ്ചി ഉണക്കി അത് ശുഷ്കമായ ഇഞ്ചി. അങ്ങനെ ശുഷ്കം മാറിയിട്ട് ചുക്കായി എന്ന് മാത്രം. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയും പണ്ട്. ശരി, അത് അനവധി കഷായങ്ങൾ, അനവധി ഔഷധങ്ങൾ. ഇപ്പോൾ ത്രികൂടിൽ പെടുത്താണ്. അമൃതോത്തരം കഷായത്തിലുണ്ട്. അതുപോലെ ചുക്ക് ചുണ്ട, കടലാടി, അതുപോലെ ധാരാളം ഔഷധങ്ങൾ ആയുർവേദത്തിൽ ചുക്കിന് ചേർത്തിട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ആർദ്രമായതും ചുക്ക് ശുഷ്കമായതും. ഈ ആർദ്രമായെന്നാണ് സ്വരസം എടുത്തത്. അതിന് കുറച്ചും കൂടി സഡൻ ആക്ഷൻ ഉണ്ട്. ചുക്കാണെങ്കിൽ അത് ഇതുപോലെ ഒരു വാഹകത്തിൽ അല്ലെങ്കിൽ പാലിലോ മോരിലോ തിളപ്പിച്ചിട്ടാണ് അതിൻ്റെ ഉപയോഗം വരിക.